ശബരിമല സ്വർണ്ണക്കൊള്ളയും അനുബന്ധ സംഭവങ്ങളും കേരള സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്തു. ശബരിമല പോലെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ഇത്ര വലിയ കൊള്ള നടന്നിട്ടും കാര്യമായ പ്രതികരണങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും ഭക്തജനങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. UDFകാർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സ്വർണം കട്ടവരാരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പാടി ബഹളമുണ്ടാക്കിയെന്നല്ലാതെ പണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ച സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളും കുലസ്ത്രീ പ്രകടനങ്ങളും ഒക്കെ വെച്ച് നോക്കിയാൽ സ്വർണം കട്ടതിൽ സമുദായ സംഘടനകൾക്കൊന്നും വലിയ പ്രതിഷേധമൊന്നും ഇല്ലെന്നതാണ് പുറത്തു നിന്ന് കാഴ്ച കാണുന്ന എന്നെ പോലെയുള്ളവർക്ക് തോന്നുന്നത്. എന്തായിരിക്കാം അതിന് കാരണം? സ്വർണം കട്ടതിൻ്റെ പേരിൽ ജയിലിലായവരിൽ സഖാക്കൾ ഉണ്ടെന്നുള്ളത് നേരാണ്. അതേസമയം തന്നെ NSS പോലെയുള്ള സമുദായ സംഘടനകളുടെ ഭാഗമായവരും പ്രിയപ്പെട്ടവരും ഒക്കെ അതിലുണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കാം ചങ്ങനാശ്ശേരിയിൽ നിന്നൊന്നും കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടാകാത്തത്. മാത്രവുമല്ല, സ്വർണം ഇപ്പോൾ ശബരിമലയിൽ ഇരുന്നാലും സമുദായാംഗങ്ങളുടെ വീട്ടിലിരുന്നാലും ആചാരലംഘനമൊന്നും അതിനകത്തില്ലല്ലോ എന്ന് വേണമെങ്കിൽ വാദിക്കുകയും ചെയ്യാം. ഏതായാലും മറ്റു മതക്കാരും ഈ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ലാത്തത് കേരളത്തിൻ്റെ വലിയ ഭാഗ്യമായി. അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേനെ എന്ന് ഗണിച്ചു നോക്കുകയേ നിവർത്തിയുള്ളൂ. ഇതിനിടയിൽ പോറ്റിയും ഭാര്യയും കൂടെ സോണിയാഗാന്ധിയെ കണ്ടെന്നുള്ള ചിത്രം സഹിതം പുറത്തു വന്നതോടെ ഇതിലൂടെ ഒരു ഇറ്റാലിയൻ കണക്ഷൻ ഉണ്ടാക്കിയെടുത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയാലോ എന്ന ഒരാലോചനയിലാണ് പല സംഘപരിവാർ ചാനലുകളും. അതൊക്കെ ആ വഴിക്ക് തന്നെ നടക്കട്ടെ, നമുക്ക് പുറത്തിരുന്ന് കളി കാണാം എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം. ഇതിനിടയിലാണ് വളരെ തന്ത്രപൂർവ്വം ശബരിമല സ്വർണ്ണ കവർച്ചയിലേക്ക് പെന്തിക്കോസുകാരെ കൂടെ വലിച്ചിടാൻ മഹാനായ ഒരു BJP നേതാവ് ശ്രമം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉത്തരേന്ത്യയിൽ മുഴുവൻ മതപരിവർത്തനം ആരോപിച്ച ക്രിസ്ത്യാനിയെയും പെന്തക്കോസുകാരെയും ഓടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പക്ഷെ അത് അത്രത്തോളം വിജയിക്കുന്നില്ലെന്ന് ബോധ്യമായതിനാലായിരിക്കാം സ്വർണ്ണക്കൊള്ളയിൽ ഒരു പെന്തിക്കോസുകാരന് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു നേതാവ് പറഞ്ഞു വെക്കുന്നത്. പോകുന്ന വഴിയിൽ ഇരിക്കട്ടെ പെന്തക്കോസുകാരനിട്ട് ഒരു പണി എന്ന വളരെ നിർദോഷമായ ഒരു ഉദ്ദേശമേ അദ്ദേഹത്തിനുള്ളൂ. തെറ്റിദ്ധരിക്കണ്ട. യൂട്യൂബിൽ റീച്ച് കൂട്ടാൻ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയോ ഭീകര സംഭവം കണ്ടാൽ ഞെട്ടും തുടങ്ങിയ തംബ്നെയിലുകൾ ഉണ്ടാക്കി കബളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന വെറും ഡൂക്കിൽ വിവരദോഷിയൊന്നുമല്ല. മഹാനായ ഡോക്ടറേറ്റ് ഒക്കെയുള്ള ധാരാളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത സാംസ്കാരിക കേരളത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ് ഇത്തരം ഒരു വിവരക്കേടുമായി വന്നിരിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് എത്ര വികലമായ മനസ്സാണ് ഈ കൂട്ടരുടേതെന്ന് നമ്മൾ ഓർത്തു പോകുന്നത്. കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറാണ് വളരെ വിദഗ്ധമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പെന്തക്കോസ്തുകാരെ തിരികെ കയറ്റാൻ ഒരു ശ്രമം നടത്തിയത്. ശബരിമലയുടെ സമീപത്തുകൂടെ പോലും പോകാത്തവരാണ് ഈ പെന്തിക്കോസുകാരെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. എങ്കിലും അദ്ദേഹം അതിനൊരു ശ്രമം നടത്തുകയാണ്. ഇദ്ദേഹം അത്ര നിസ്സാരക്കാരനല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീർഘകാലം കോൺഗ്രസ്സിലായിരുന്നു. അവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ നേടി. ഇനി കോൺഗ്രസിനെ കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നേരെ BJPയിലേക്ക് ചേക്കേറിയ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഈ വടയാർ സുനിൽ എന്ന സംഘപരിവാർ അനുകൂല മാധ്യമ പ്രവർത്തകൻ സമീപകാലത്ത് ആരംഭിച്ച ഇന്ത്യ ലൈവ് എന്ന ചാനലിലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ശബരിമല കൊള്ളയിൽ പെന്തക്കോസ്തിനെ കൂട്ടിക്കെട്ടാൻ ഒരു വികട ശ്രമം നടത്തിയത്. സംഭവം ഇങ്ങനെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം ഏതൊക്കെ വഴി കൈമറിഞ്ഞു പോയി എന്ന അന്വേഷണത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. നിരവധി പേരെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ D മണി എന്ന തമിഴ്നാട്ടുകാരനായ വിഗ്രഹ വിൽപ്പനക്കാരനെയും ചോദ്യം ചെയ്തു. അയാൾ തനിക്കിതിലൊന്നും ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുകയോ പൊട്ടിക്കരയുകയോ ഒക്കെ ചെയ്തു. SIT അയാളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു. പഞ്ചലോക വിഗ്രഹ ബിസിനസ് ചെയ്യുന്ന D മണിയെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ ഡോക്ടർ രാധാകൃഷ്ണൻ സാറിന് സാധിക്കയില്ല. അദ്ദേഹം D മണി അത്ര ചെറിയ മീനല്ലെന്നും അയാൾ പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണെന്നും ഇറ്റലിയുമായി എന്തൊക്കെയോ ബന്ധമുണ്ടെന്നും ഒക്കെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. സബ്ജക്റ്റ് ടു കറക്ഷൻ എന്ന് ജാമ്യം എടുത്തുകൊണ്ടാണ് അദ്ദേഹം പെന്തക്കോസ്തുകാരൻ ആണെന്ന് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇന്ത്യ ലൈവ് ചാനൽ വീഡിയോയുടെ തംബ്നെയിൽ ഉണ്ടാക്കിയപ്പോൾ D മണി പെന്തക്കോസ്ത് എന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ ടൈറ്റിലും കൊടുത്തു.
ഒറ്റ നോട്ടത്തിൽ ശബരിമല കൊള്ളയിൽ പെന്തക്കോസ്തുകാരനെ പിടിച്ചെന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഡോക്ടർ രാധാകൃഷ്ണനും ചാനലും കൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഡോക്ടർ രാധാകൃഷ്ണൻ തനിക്ക് കിട്ടിയ ഏതോ ഒരു വിവരം വെളിപ്പെടുത്തിയപ്പോൾ ഒരു സത്യം പറഞ്ഞു. ഡി മണി എന്നയാൾ പെന്തക്കോസ്ത് ആണെങ്കിൽ അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ വീഡിയോ കേൾക്കുന്നവരിൽ ഉണ്ടായേക്കാം. അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്, ഈ ഡി മണി പെന്തക്കോസ്ത് ആണെന്ന് ഒരു തെളിവും ഈ രാധാകൃഷ്ണൻ സാറിൻ്റെ കയ്യിൽ ഇല്ലെന്ന് അദ്ദേഹം സബ്ജക്ട് ടു കറക്ഷൻ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വെറുതെ അങ്ങ് അടിച്ചു വിടുകയാണ് ഇയാൾ പെന്തക്കോസ്തുകാരനാണ്. രണ്ട്, ഈ ഡോക്ടർ രാധാകൃഷ്ണൻ ഇതാദ്യമല്ല പെന്തക്കോസ്തുകാർക്കെതിരെ സംസാരിക്കുന്നത്. ചില മാസങ്ങൾക്ക് മുമ്പ് ABC മലയാളം ചാനലിൽ ഇദ്ദേഹം ഒരു വീഡിയോയിൽ പെന്തക്കോസ്റ്റിനെ കുറിച്ച് കുറേ അധികം വിവരക്കേടുകൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പെന്തക്കോസ്തുകാരനാണെന്നും കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷ് പെന്തക്കോസ്തുകാരനാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഗണേഷ് കുമാർ NSSന്റെ നേതാവാണ്. അയാൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ടിനു ജോർജിന്റെ സഭയിലെ ആരാധനയിലൊന്ന് പോയി പ്രാർത്ഥിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുമ്പനാട് വന്ന് പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും BJP നേതാക്കളുമൊക്കെ പെന്തക്കോസ്ത് ആണെന്ന് പറയുന്നത് പോലെയേ ഗണേഷ് കുമാറിൻ്റെ കാര്യവുമുള്ളൂ. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ ബോധപൂർവം പെന്തക്കോസ്തുകാർക്ക് ഒരു പണി ഇരിക്കട്ടെ എന്ന് ബുദ്ധിയോടെ വിഗ്രഹ കച്ചവടക്കാരനായ ഡി മണിയെ പെന്തക്കോസ്ത് ആക്കിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ സ്വദേശിയായ ഇയാളുടെ യഥാർത്ഥ പേര് ബാലമുരുകൻ എന്നാണ്. എന്നാൽ താൻ M സുബ്രഹ്മണ്യം എന്ന മണിയാണെന്ന് ഇയാൾ പോലീസിനോട് അവകാശപ്പെട്ടിട്ടുമുണ്ട്. തൻ്റെ ശബരിമല സന്ദർശനം പൂർണ്ണമായും തൻ്റെ വിശ്വാസപരമായ ഒന്നായിരുന്നെന്നും അല്ലാതെ അതിനകത്തൊന്നും ഒരു ബിസിനസ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അയാൾ പറയുന്നു. ശബരിമല മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അയാൾ സന്ദർശനം നടത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇയാൾ ക്രിസ്ത്യാനിയാണെന്നതിനോ പെന്തക്കോസ്തുകാരനാണെന്നതിനോ ഒരു തെളിവോ രേഖയോ ഒന്നുമില്ലാതെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഇയാൾ പെന്തക്കോസ്ത് ആണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഇയാൾ ഹിന്ദു ആണെന്നതിനും സ്ഥിരമായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന വ്യക്തിയാണെന്നുള്ളതിനുമൊക്കെ ധാരാളം തെളിവുകൾ ഉണ്ട് താനും. ഏതായാലും ഡോക്ടർ രാധാകൃഷ്ണനിൽ നിന്ന് വീണ്ടും ഇതുപോലെയുള്ള പെന്തക്കോസ്ത് വിരോധം ആട്ടക്കഥകൾ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. രണ്ട് മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. രണ്ട്, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ രണ്ട് മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.